പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട്ടിലൊരു ബോട്ടിക് റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇത് പാഷൻ പാലസ് നേച്ചർ റിസോർട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി കുറച്ച് റൂമുകൾ മാത്രമുള്ള ഒരു അടിപൊളി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസോർട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഏതായിരുന്നാലും ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രോപ്പർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇത് നമുക്ക് കയറി പോകുമ്പോൾ തന്നെ പാഷൻ പാലസ് എന്ന് ആ പേരിനോട് യോജിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവേശന കവാടം നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വ്യത്യസ്ത തരത്തിലുള്ള പാഷൻ ഫ്രൂട്ടുകളുടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിലൊക്കെ ഇങ്ങനെ കായ്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. മേപ്പാടിയിൽ നിന്ന് ജസ്റ്റ് 9 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പുറ്റാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുറ്റാട് ഒരു UP സ്കൂളിന് മനോഹരമായിട്ടുള്ള ചെറിയൊരു UP സ്കൂൾ. ഞാൻ ഇന്നലെ വരുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ നമുക്കിങ്ങനെ സല്യൂട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിനോട് ചേർന്നിട്ട് അതിൻ്റെ അടുത്ത് കാരാപ്പുഴ ഡാമിൻ്റെ ഒക്കെ ചെറിയൊരു വ്യൂ കിട്ടുന്ന തരത്തിലാണ് ഈ റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള കുട്ടികൾക്കും വലിയവർക്കും ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്രെയിം വില്ല കാണാം. ഇതൊരു വെറൈറ്റി സാധനമാണ്, ലാസ്റ്റ് ഞാൻ പറയാം. പിന്നെ ഇത് ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയയാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ടർഫുണ്ട്, നമുക്ക് ബാഡ്മിൻ്റണും ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടർഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഒരു നാച്ചുറൽ ബ്യൂട്ടി ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ട്. ഇവർ പറയുന്ന പോലെ തന്നെ, ഈ റിസോർട്ട് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഇതിനുള്ളിൽ നിറയെ മരങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരു പാർക്കിംഗ് ഏരിയയിലൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മരങ്ങളൊന്നും വെട്ടാതെ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ഒരു 3 റൂമും പിന്നെ ആ ഒരു ബിൽഡിങ്ങിൽ ഒരു 4 റൂമും പിന്നെ ഈ ഒരു ഫ്രെയിമിൽ 2 റൂമുമാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 9 റൂമുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ കണ്ടോ, നന്നായിട്ട് നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ഇരുന്നിങ്ങനെ എന്താ പറയുക നന്നായിട്ട് റിലീഫ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു മുറ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാർക്കിംഗ് ഏരിയയോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഒരു കുഞ്ഞു റിസപ്ഷൻ ഏരിയയാണ്. ഈ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഒരു ലിവിങ് സ്പേസും ഒക്കെ ഉള്ള ഒരു ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു റിസപ്ഷൻ ഏരിയയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പാർക്കിംഗ് നമുക്ക് ഒരു 8-10 വണ്ടികൾക്കൊക്കെ ഒന്നിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് ഏരിയയിലുള്ള മരങ്ങളൊന്നും വെട്ടിയിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ നമുക്ക് താഴോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കുട്ടികളുടെ കിഡ്സ് പ്ലേ ഏരിയ. നീളത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല കിഡ്സ് പ്ലേ ഏരിയ തന്നെ ഉണ്ട്. കുറേ അത്യാവശ്യം ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള ഊഞ്ഞാൽ, സ്ലൈഡ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിസോർട്ട് ഒരുപാട് ഏരിയ ഉള്ള റിസോർട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഏക്കറിനോട് അടുപ്പിച്ച് മാത്രമേ ഈ ഒരു റിസോർട്ടിൻ്റെ സ്പേസ് വരുന്നുള്ളൂ. പക്ഷേ ഉള്ള സ്പേസുകൾ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കിഡ്സ് പ്ലേ ഏരിയ കണ്ടോ, ഇതിങ്ങനെ നീളത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇതിലുള്ള എക്യുപ്മെൻറ്റ്സുകളൊക്കെ ഫിറ്റ് ചെയ്ത് കുട്ടികൾക്ക് കളിക്കാനും പിന്നെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ തന്നെയാണ് ഇവിടുത്തെ റൂമുകളായിരുന്നാലും പൂളായിരുന്നാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടുത്തെ പൂള് അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. കുറേ കാര്യങ്ങളൊന്നും ഈ പാഷൻ പാലസിനെ കുറിച്ച് പറയാനില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇനി ഇവിടുത്തെ പൂള് ഞാൻ കാണിച്ചു തരാം. നല്ല പൂളാട്ടോ. പൂള് അത്യാവശ്യം വലുപ്പവും അത്യാവശ്യം ആഴവും ഉള്ള പൂൾ തന്നെയാണ്. ഏകദേശം ഒരു 5-5.5 അടി ആഴമുള്ള പൂളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒന്നിച്ച് കുളിച്ച് ഉല്ലസിക്കാൻ പറ്റും. ഇവിടെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ചില റിസോർട്ടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പൂള് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഏരിയ കുറവായിരിക്കും ചില സ്ഥലത്തൊക്കെ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കുളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്ക് റൂം പരിചയപ്പെടാം. 2 കാറ്റഗറി റൂമാണുള്ളത്, ഫ്രെയിമും പിന്നെ ഇവിടുത്തെ ഡീലക്സ് റൂമും. അപ്പോൾ നമുക്ക് ആദ്യം ഡീലക്സ് റൂം പറയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രീമിയം ഡീലക്സ് റൂം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ റൂമുണ്ട്, പിന്നെ ഇവിടെ ഒരു ലിവിങ് റൂം. ഇനി നമുക്ക് മേലാണ് ഇവിടുത്തെ റൂമുകൾ വരുന്നത്. മേലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂളിൻ്റെ വ്യൂ അതുപോലെ തന്നെ നാച്ചുറൽ വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ റൂമിലേക്ക് കയറാം. നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂം ഇതാണ്.
നമുക്ക് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഈ കർട്ടന് അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടാണ് ഈ ഒരു കർട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ആണ്. സോഫയും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ അത്യാവശ്യം നന്നായിട്ട് സൂപ്പറായിട്ട് ഒരു വുഡൻ ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ, നല്ല ലൈറ്റിങ്. ഇവിടെയാണ് ഈ റൂമിന് ബെഡിനോട് ചേർന്നിട്ട് ബെഡിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ടെലിവിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബെഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള അടിപൊളി വലിയ ബെഡ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. AC റൂമാണ്. ഇൻറ്റീരിയറൊക്കെ വോൾ ഇൻറ്റീരിയർ ആയിരുന്നാലും വോൾ സ്റ്റിക്കർ ആയിരുന്നാലും ഒക്കെ സൂപ്പറായിട്ട് നമുക്ക് ഒരു ക്യൂട്ട് ഡിസൈനിലാണ് ഈ ഒരു റൂമിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ റൂമിൻ്റെ ബാത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിലും ഇവർ ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂമിൽ നിന്ന് അങ്ങോട്ട് ഈ കർട്ടനൊക്കെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബാൽക്കണി വ്യൂ കിട്ടും. പൂൾ വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഈ മരങ്ങളുടെയൊക്കെ അപ്പുറം ഇവർ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഡയറക്റ്റ് ഡാമിലേക്കുള്ള വ്യൂ കിട്ടും. പക്ഷേ ആ നേച്ചർ റിസോർട്ട് എന്നുള്ള ആ ഒരു പേരിനോട് അർത്ഥം വെക്കുന്ന രീതി തന്നെ ഒരു മരങ്ങൾ പോലും അവിടുന്ന് വെട്ടി ഒഴിവാക്കിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ മറ്റൊരു കാറ്റഗറി റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പ്രീമിയം ഡീലക്സിനേക്കാൾ ലിവിങ് റൂമിൻ്റെ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ലിവിങ് സ്പേസ് ഇവിടെ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേത് ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ബാത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും വലുപ്പമുള്ള അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡായിരുന്നാലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഡബിൾ ബെഡ് തന്നെയാണ്. കിങ് സൈസ് ബെഡാണ്. AC റൂമാണ്. ഇവിടുന്ന് നമുക്ക് നോക്കിയാലും ഇവിടെ നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാർബിക്യൂ പോയിൻ്റ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബാർബിക്യൂ പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ അങ്ങോട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നല്ല വിശാലമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉള്ളത്. റെസ്റ്റോറൻറ്റ് നമുക്ക് ഒരു 10-40 പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് സൂപ്പറായിട്ട് റെസ്റ്റോറൻറ്റ് വരെ നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള കോൺഫറൻസ് ഹാളുമായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടുത്തെ 2 കാറ്റഗറി റൂമും റെസ്റ്റോറൻറ്റ് ഔട്ട്ഡോറും ഒക്കെ കണ്ടു. ഫൈനലി ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനമാണ് ഇവിടുത്തെ A-ഫ്രെയിം റൂം. നമുക്കത് കാണാം. ഇതാണ് ഇവിടുത്തെ A-ഫ്രെയിം റൂം. A-ഫ്രെയിം റൂമിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വ്യൂ കിട്ടുക. ഇത് 2 റൂമുള്ള A-ഫ്രെയിമാണ്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് പൂളും കൂടിയുള്ള A-ഫ്രെയിമാണ്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് പൂള്. അതിലേക്ക് വരാം. ഇവിടെ A-ഫ്രെയിം റൂമിൻ്റെ ബാൽക്കണി ഫസ്റ്റ് നമ്മൾ താഴെ കാണുന്ന A-ഫ്രെയിം റൂമിൻ്റെ ബാൽക്കണിയാണിത്. ഒരു ബാൽക്കണിയിൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ റൂം സൂപ്പറായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള AC റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെയാണ്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഇതിൻ്റെ ക്വാളിറ്റിയിൽ. ഒരു കപ്പിളിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ആയി കഴിഞ്ഞാലും ഇതിൻ്റെ റൂം ബെഡ് എല്ലാം കൊണ്ടും ഓവറോൾ സൂപ്പറാണ്. ഈ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണുന്നത് നമ്മുടെ പൂളാണ്. പൂൾ വ്യൂ ആണ് കിട്ടുക. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് പൂള്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയ ഒരു റിസോർട്ടിലുണ്ടാവുന്ന അത്രയും വലുപ്പമുള്ള പൂൾ തന്നെയാണ്. ചില പൂൾ വില്ലകളൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ ചെറിയ കുഞ്ഞു പൂളായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല ആഴമുള്ള ഒരു 5 അടിയോളം ആഴമുള്ള നല്ല പൂൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് നേരിട്ട് അവിടെ കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. ഈ മരങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല, മരങ്ങളൊന്നും വെട്ടാതെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് മറ്റൊരു റൂം വരുന്നത്. ഇതിൻ്റെ ഈ A-ഫ്രെയിമിൻ്റെ 2ാമത്തെ നിലയിലാണ് ഇവിടുത്തെ TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ള ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രീ സമയത്തൊക്കെ ഒന്ന് TV ഒക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് മറ്റൊരു റൂം വരുന്നത്. താഴെയുള്ള റൂമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ റൂം വളരെ കുഞ്ഞു റൂമാണ്. ഇത് ബാത്റൂം അറ്റാച്ച്ഡും കൂടിയല്ല. അപ്പോൾ ഒരു കപ്പിളിൻ്റെ കൂടെ ഒരു ഫാമിലിൻ്റെ കൂടെ വേറെ മുതിർന്ന 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുകളിൽ യൂസ് ചെയ്യാം, താഴെ കപ്പിളിന് യൂസ് ചെയ്യാം. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്നാണ് ബാൽക്കണി വ്യൂ. നമുക്ക് താഴെ ഉള്ളതിനേക്കാൾ സൂപ്പറായിട്ട് ബാൽക്കണി വ്യൂ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക.
പിന്നെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഒരു ഫ്രീ ആയിട്ട് പ്രകൃതിയോട് ചേർന്നിട്ട് ഫ്രീ ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണിത്. ആ ഒരു സ്പേസ്, കുഞ്ഞു സ്പേസ് പോലും അവർ വെറുതെ ഒഴിവാക്കിയിട്ടില്ല. അതിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഡാമിനോട് ചേർന്ന് വന്നു. മഴക്കാലമൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ഇവിടെയൊക്കെ വെള്ളം കയറി നിൽക്കുമെന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കോഫി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സ്പേസിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാഷൻ പാലസ് റിസോർട്ടിൻ്റെ അടുത്ത് നമുക്ക് വരുന്ന സ്പോട്ടുകൾ, ടൂറിസ്റ്റ് പ്ലേസുകളെന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ഇവിടുത്തെ നെല്ലാർച്ചാൽ വ്യൂ പോയിൻ്റ്. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നെല്ലാർച്ചാറിനെ വിളിച്ച്. മീനും അവിടുത്തെ നമുക്ക് ലൈവായിട്ട് മീൻ വാങ്ങിയിട്ട് അവിടുന്ന് പോവാം. പിന്നെ നല്ലൊരു മൊട്ടക്കുന്ന്, നല്ല വ്യൂസ്, നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് ദൂരമേ ഉള്ളൂ. അതേപോലെ തന്നെ കാരാപ്പുഴ ഡാം, പിന്നെ അങ്ങോട്ട് മേപ്പാടി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 900 കണ്ടി, സൂചിപ്പാറ, അങ്ങനെയുള്ള കുറേ ടൂറിസ്റ്റ് പ്ലേസ് അതിൻ്റെയൊക്കെ ഒരു ഹബ്ബായിട്ടാണ്, അതിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് ഈ പാഷൻ പാലസ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതായിരുന്നാലും പാഷൻ പാലസ് നേച്ചർ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല ഫാമിലിക്ക് അതുപോലെ തന്നെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനൊക്കെ വന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയാണ്. ഒരു ബോട്ടിക് റിസോർട്ടാണ് പാഷൻ പാലസ് റിസോർട്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ പൂള്, കിഡ്സ് പ്ലേ ഏരിയ, പിന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള ടർഫും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പാഷൻ പാലസ് റിസോർട്ട്. അപ്പോൾ ഇത് മേപ്പാടിയിൽ നിന്ന് പുറ്റാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാരാപ്പുഴ ഡാമിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. പിന്നെ റേറ്റ് ഞാൻ പല റിസോർട്ടിൻ്റെയും പല പ്രോപ്പർട്ടിയുടെ റേറ്റ് ഡയറക്റ്റ് പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ അത് റേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. സീസണും അൺസീസണൊക്കെ ആകുമ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ബുക്കിംഗ് നമ്പർ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ട്രാവൽ ഡോട്ട്സിൻ്റെ ബുക്കിംഗ് നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ വിളിച്ചിട്ട് അവരോട് ചോദിക്കുക. റേറ്റ് അവർ അഫോർഡബിളായ റേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതായിരുന്നാലും ഈ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക മാക്സിമം, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.